ലഹരിക്ക് അടിമയായ കാര്യം മറച്ചുവെച്ച് തോക്ക് വാങ്ങി എന്ന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. 25 കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഹണ്ടർ ബൈഡൻ ചെയ്തിരിക്കുന്നത്. കേസ് ജോ ബൈഡനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു കൊട്ടാരക്കര. അപ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ഷോക്കിംഗ് വാർത്തയാണല്ലോ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അതെ, ഇതൊരു ഷോക്കിംഗ് വാർത്ത തന്നെയാണ്. അടുത്തടുത്ത് തുടർച്ചയായി 2 കോടതി വിധികൾ വന്നതോടുകൂടി അമേരിക്കൻ രാഷ്ട്രീയം തന്നെ കലങ്ങി മറിയുകയാണ്. പ്രത്യേകിച്ച് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഹഷ്മണി കേസിൽ ന്യൂയോർക്ക് കോടതി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറ്റക്കാരനായി കണ്ടെത്തിയെങ്കിൽ ഇന്നത്തെ ഡെലവെയർ ഫെഡറൽ കോടതിയിൽ കുറ്റക്കാരനായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ ആണ്. 2018 നിയമവിരുദ്ധമായി റിവോൾവർ വാങ്ങി വെച്ചതും ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ US പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരനാണെന്നാണ് ഡെലവെയർ ഫെഡറൽ കോടതി ഇന്ന് കണ്ടെത്തിയത്. 54-കാരനായ ഹണ്ടർ ബൈഡന് 25 വർഷം വരെ തടവും അതുപോലെ $7.5 ലക്ഷം വരെ പിഴയും ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഹണ്ടർ ബൈഡന് മുമ്പ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തതിനാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് ഒരു വിലയിരുത്തൽ. കുറ്റപത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കുറ്റങ്ങളും ചെയ്തതായി ജൂറി കണ്ടെത്തുകയുണ്ടായി. 2018 ഒക്ടോബറിൽ ഒരു തോക്ക് വാങ്ങുവാനുള്ള അപേക്ഷയിൽ മയക്കുമരുന്നിന് അടിമയാണെന്നുള്ള വിവരം മറച്ചുവെച്ചതെന്നുള്ളതാണ് പ്രധാന കുറ്റം. വിധി അറിഞ്ഞ ഉടൻ തന്നെ ജോ ബൈഡൻ തന്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെച്ച് വാഷിംഗ്ടണിൽ നിന്ന് മകന്റെ അടുത്തേക്ക് ഓടിയെത്തുകയുണ്ടായി. അമേരിക്കയിൽ ഈ കുറ്റവാളികൾക്ക് മാപ്പ് നൽകി ശിക്ഷയിൽ ഇളവ് നൽകി അവരെ വിട്ടയക്കുവാനുള്ള ഒരു അധികാരം അമേരിക്കൻ പ്രസിഡന്റുമാർക്കുണ്ട്. എന്നാൽ പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് തന്റെ മകന് പൊതുമാപ്പ് നൽകില്ലെന്ന് കോടതി വിധിയോട് പ്രതികരിച്ച് ജോ ബൈഡൻ പറഞ്ഞു. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നുള്ളതിനോടൊപ്പം തന്നെ താൻ ഒരു പിതാവാണെന്നുള്ള കാര്യം മറന്നു പോകരുതെന്ന് മാധ്യമപ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുകയും അദ്ദേഹം ചെയ്തു. ഈ കുറ്റകൃത്യങ്ങളുടെ ഒരു സാമ്രാജ്യമാണ് ബൈഡൻ കുടുംബം പടുത്തുയർത്തിയിരിക്കുന്നതെന്നാണ് ഈ ഹണ്ടർ ബൈഡൻ തോക്ക് കേസ് അവരുടെ പ്രധാന കുറ്റകൃത്യത്തിൽ നിന്നുള്ള ഒരു ശ്രദ്ധ തിരിക്കൽ മാത്രമാണെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും അതുപോലെ യുക്രൈനിൽ നിന്നും കോടിക്കണക്കിന് ഡോളറാണ് ബൈഡൻ കുടുംബം ഇതിനോടകം തട്ടിയെടുത്തതെന്നും ട്രംപ് ടീം ആരോപിക്കുന്നു. എസ് കെ എൻ, അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഒരു പ്രസിഡന്റിന്റെ മകൻ ഭരണകാലത്ത് കുറ്റക്കാരനാകുന്നത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര തത്സമയം ചേർന്നത്. നിങ്ങൾക്കറിയുന്ന പോലെ 24 ബ്യൂറോ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് പ്രവർത്തിക്കുന്നത്.